ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരു മുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോല ഏന്തിയിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി. കർത്താവേ, വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുന്നിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസകണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ
ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ
ശോഭയേറും ഓർ നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നാമോർക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനും വാഴ്ത്തുക പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം, സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ തമ്പിയുടെ ഒരു കസിൻ ബ്രദറാണ്. പള്ളിപ്പീടിയിൽ വീട്ടിലെയാണ്, ഇവിടെ തൊട്ടപ്പുറത്ത്. ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകനാണ്. മോൻ വന്നുണ്ടെങ്കിൽ സാറേന്ന് വിളിച്ച് ഓടി വന്നു. തമ്പിയുടെ വേർപാടിൽ അതിയായ ദുഃഖമുണ്ട്. ജയിച്ച തമ്പി എപ്പോൾ കണ്ടാലും പാപ്പച്ചൻ്റെ കടയിൽ വരും. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മോൻ്റെ കല്യാണത്തിന് കൂടുമ്പോഴൊക്കെ തമ്പി എന്നെ വിളിക്കുകയും, അന്ന് കൊറോണ ഒന്നും ഇല്ലാത്ത സമയമാണ്, കിടന്നു വന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്നേഹ സൽക്കാരങ്ങളിലൊക്കെ പങ്കുകൊള്ളാനും ഒക്കെ ആയത് ഇപ്പോഴും ഓർക്കുകയാണ്. എൻ്റെ തമ്പിയുടെ നല്ല ജീവിതം, ചിലർ പറയും വേറൊരു രീതി പറഞ്ഞാലും അനുഗ്രഹീതമായ ജീവിതമാണ് നയിച്ചത്. സത്യസന്ധമായി മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ടുള്ള ഒരു കഴിവ് പ്രിയപ്പെട്ട തമ്പിക്കുണ്ടായിരുന്നു. കുവൈറ്റിൽ നാളുകളായി ജോലി ചെയ്ത് മടങ്ങി വന്നു. ആലീസും ഇന്ന് കടന്നു വരാനായിട്ട് ഇടയായി. മോളെയും മോനെയും ഒക്കെ സ്നേഹത്തോടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് എനിക്ക് ഇടയായി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് വേർപാടിൻ്റെ ദുഃഖത്തിലാണ് പ്രിയപ്പെട്ട മക്കള്. ആശ്വാസ വാക്കുകൾ എനിക്കിവിടെ പറയാനായിട്ട് അധികമില്ല. ആശ്വാസ വാക്കുകൾക്ക് പങ്കില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ദൈവം സഖിയായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരുടെ പ്രിയ മകന്റെ വേർപാടിന്റെ മധ്യത്തിൽ ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ ഓരോ മരണവും ഓരോ പുനരുത്ഥാനമാണ്. അതുകൊണ്ട് നിന്റെ ദാസൻ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഒരു നാളിൽ പ്രിയ മകനെ വെള്ളനിലയെങ്കിൽ ധരിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഒരുക്കമുള്ളവരായി ഈ മകനെ തീർച്ചയായിട്ടും യാത്രയായിരിക്കും. അതുപോലെ തന്നെ വേർപാടിൻ്റെ വലിയ ദുഃഖമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വേർപാട് വളരെ ദുഃഖമാണ്. പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള വേർപാടിൽ
ഞങ്ങൾക്കൊന്നും ഒരു ആശ്വാസ വാക്കുകൾ പറയുവാനായിട്ടില്ല എന്ന് വീണ്ടും പറയുകയാണ്. പൗലോസ് ഇത് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള പ്രബോധനമാണ് ഈ മരണ സമയത്ത് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നിൽ പ്രിയം വെച്ചതായിട്ടുള്ള ഏവർക്കും കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത്, പ്രിയമകൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പറയുന്ന ആയിട്ടുള്ള ഈ അവസരത്തിൽ നമുക്ക് ഒരു നാളിൽ അവനോട് പ്രിയം വെച്ചതായിട്ടുള്ള നമുക്കും ആ നിത്യയുടെ പ്രകാശത്തിലേക്ക് ചേരുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഈ സാൽവേഷൻ ആർമിക്കാർ പറയുന്നത്, അവരുടെ ഒരു പുസ്തകത്തിൽ പറയും, ഈ വാങ്ങിപ്പോയി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് വേറൊരു ആശയമാണ്. മഹത്വത്തിൽ പ്രവേശിച്ചു എന്നാണ് സാധാരണ മരണത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോൾ, ദൈവത്തിൽ മരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും മഹത്വത്തിൽ പ്രവേശിക്കുന്ന ഒരു അനുഭവമാണ്. പുനരുത്ഥാനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പുനരുത്ഥാനമാണ്. അതിനുവേണ്ടി നമ്മൾ നോക്കി പാർത്ത് മുന്നോട്ട് പോകണം. ഈ നെപ്പോളിയനോട് ഒരിക്കൽ ചോദിച്ചു, ബഹുമാനപ്പെട്ട നെപ്പോളിയൻ, അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? മരണാവസ്ഥയിലേക്ക് കിടക്കുമ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഒന്നും പറയാനില്ല, ലോകം മുഴുവൻ എനിക്ക് ഒന്നുമില്ലാതെ വലുതായി പോയി, ഞാൻ ഒന്നുമില്ലാത്തവനായി മടങ്ങിപ്പോവുകയാണ്. ലോകമെല്ലാം വെട്ടിപ്പിടിച്ചു, പക്ഷെ ഞാൻ ഒന്നുമില്ലാത്തവനായി നാം മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു. പൗലോസിനോട് ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും ഒരു റെപ്പറ്റീഷൻ തന്നുപോയി, ക്ഷണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു നിത്യതയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരുക്കമുള്ളവരായി ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തീരട്ടെ. എനിക്ക് എൻ്റെ ജീവിതം കൊണ്ടൊരു വാക്ക് ആശ്വാസം പറയാൻ പറ്റത്തില്ല. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ നിരന്തരമായിട്ടുള്ള സമാധാനം എൻ്റെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആലീസിനെയും ഒക്കെ സമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇനി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമേ, സർവകൃപാലുവായ ദൈവമേ, വേർപാടിൻ്റെ ദുഃഖത്തിൽ, മരണത്തിൻ്റെ സമയത്ത്, കണ്ണുനീർ വാർക്കുന്നതായിട്ടുള്ള സമയത്ത് യേശു കണ്ണുനീരെ തുടയ്ക്കുന്നതായിട്ടുള്ളൊരു ദൈവമാണ്, ഞങ്ങളോടൊപ്പം ഉള്ളതായിട്ടുള്ളൊരു ദൈവമാണ്. ഈ പ്രിയ മകന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, വിദേശത്തായിരിക്കുന്ന മകള് എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വിളിക്കുന്നു. കർത്താവേ, നീ നിന്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സ്വർഗീയ സമാധാനം, ലോകം കൊടുക്കാത്തൊരു സമാധാനം കൊടുത്ത് അവരെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും നിന്റെ ദാസനെ നിത്യതയിൽ കാണാമെന്നുള്ള ഉറപ്പോടുകൂടി ജീവിപ്പാൻ, പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇടയാക്കണം. തുടർന്ന് ഇവിടെ നടക്കുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ കരുണയും കൃപയും ഉണ്ടായിരിക്കണമേ. മഴയുടെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കർത്താവെ, കാലാവസ്ഥയെ അനുകൂലമാക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുന്നു. സ്തോത്രം. കൃപയും സമാധാനവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയെ കേട്ടതും സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കരുണയോടെ കേൾക്കുന്നതാണ്. ഗീതം
ഫെബ്രുവരിയിൽ കുടുംബയോഗത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ പോയിൻ കോശ തോമസ് ഞങ്ങളുടെ സെക്രട്ടറി ശ്രീക്ക് സമർപ്പിക്കുന്നു. ഈ സമയത്ത് തമ്പി ഞങ്ങൾക്ക് കുടുംബ യോഗത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രത്യേകം സ്മരിക്കുകയും ഞങ്ങളെ നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു. അതിലുപരിയായി തമ്പിയുടെ പിതാവ് ഈ കുടുംബയോഗത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ച് വളരെയധികം ഓർക്കുകയും വളരെയധികം സമയം ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് കുടുംബയോഗത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ചിലവഴിച്ച കാര്യം ഞാൻ ഈ സ്ഥലത്തിൽ ഓർക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ തമ്പിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവരുടെ കുറിച്ച് ഞങ്ങൾ പങ്കുചേരുന്നു. മൺമയമാമീയുലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ തിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം. ഞങ്ങൾക്ക് പ്രത്യാശ നൽകിയ ഞങ്ങളുടെ കർത്താവായ യേശുവേ, നിന്റെ ദുസ്സനത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. കർത്താവെ, ജീവിതത്തിൽ നിന്നെ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതായ ആ വലിയ ദിവ്യമായ അനുഗ്രഹിക്കപ്പെട്ടതായ ഇടങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയം കറങ്ങി പോകട്ടെ. എന്നെ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട് എല്ലാവരും ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. സ്വർഗ്ഗദൈവമേ, ഞങ്ങൾക്കായിട്ട് ഒരുക്കപ്പെട്ടതായ ഇടങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ ദൈവവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നതായ സമയങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ഞങ്ങൾക്കായിട്ട് മരിച്ചിരുന്നു. നിന്റെ മരണം മൂലം ഞങ്ങൾക്ക് വീണ്ടെടുക്കൊണ്ട് രക്ഷപ്പെടുന്ന കർത്താവെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, അവസരങ്ങൾ എല്ലാത്തിനും നന്ദി. ഈ ഭവനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ട ഈ മകന്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. എത്രത്തോളം നിന്റെ മകനെ അവിടുന്ന് പരിപാലിച്ചു, വഴി നടത്തി, ദൈവിക കൃപയിൽ അറിയുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ദൈവത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗീയ ദൈവമേ, നിന്റെ മകന് ദാനമായിട്ട് നൽകിയതായ വ്യത്യസ്തമായ ചുമതലകൾ, അത് കർത്താവെ വ്യത്യസ്തമായ ഓരോ ഘട്ടങ്ങളും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൂടി ഇത് പൂർത്തീകരിക്കുവാൻ നിന്റെ മകനോടൊന്ന് സഹായിച്ചതോടെ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ദാനമായിട്ട് നൽകിയ കുടുംബത്തെ അനുഗ്രഹത്തോടുകൂടെ വളർത്തി കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. ഈ കുടുംബത്തോടുകൂടെ ചേർന്ന് വിശ്വസനായിരിക്കാൻ, ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിക്കുവാൻ ഒക്കെ ദൈവം ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗീയ ദൈവമേ, ഈ ഭവനത്തിലുള്ളതായ ശുശ്രൂഷ ഞങ്ങൾ ദൈവമേ ആരംഭിക്കുന്നതിൻ്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഭവനത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ദൈവിക കൃപയെ നിലനിൽക്കുവാൻ നിന്റെ മക്കൾക്ക് കൊണ്ട് നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന ശുശ്രൂഷകളൊക്കെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യാശയോടുകൂടി നിന്റെ മക്കൾക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു.
ഒരിക്കൽ കൂടി കർത്താവെ ഈ ഭവനത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ കൃപ, സമാധാനം, പ്രത്യാശ നാം എല്ലാവരോടും കൂടെ ഈ ഭവനത്തോടുകൂടെ പ്രിയമക്കളോടുകൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ തികച്ചും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സമയം മനുഷ്യൻ്റെ ആശ്വാസ വാക്കുകൾക്ക് പരിമിതികൾ മാത്രമേ ഉള്ളൂ. പരിമിതിയില്ലാത്ത കർത്താവ് നമുക്കെല്ലാവർക്കും ലോകത്തിനെടുക്കുവാനോ കൊടുക്കുവാനോ കഴിയാത്ത നിത്യസമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ തമ്പിയും ഞാനും സഹപാഠികളാണ്. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ 67 മുതൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചത്. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു കുമ്പനാട് താമസം. പലപ്പോഴും ഞങ്ങൾ യാത്രകളിലും വഴിമധ്യയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. 2 പ്രാവശ്യം ഭവനത്തിനും വന്ന് തമ്പി പഠനമൊക്കെ കഴിഞ്ഞ് പോയിട്ടിലും മറ്റും ജോലി ചെയ്ത് നാട്ടിലെത്തിച്ചേർന്ന് പല ബിസിനസ് രംഗങ്ങളിലൊക്കെ ഏർപ്പെട്ട് ട്രാവൽസുമൊക്കെ നടത്തി. ഞാൻ ഓർക്കുന്നത് എൻ്റെ മകൾ വൈക്കത്തൂർ പഠിക്കുമ്പോൾ ഈ ട്രാവൽസിലാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. അങ്ങനെയും ഞങ്ങൾ തമ്മിൽ പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ പുതുക്കാറുണ്ടായി. തമ്പി പെട്ടെന്ന് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞത് വരും പേപ്പറിൽ ന്യൂസ് കണ്ടപ്പോഴാണ് അറിയുന്നത്. പഴയ കാല അനുഭവങ്ങളൊക്കെയും കൈകൊടുക്കുന്നു. ലഭിച്ച നല്ല സ്നേഹ കൂട്ടായ്മകളും ബന്ധങ്ങളുമൊക്കെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ മരണമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സമയം നമുക്കാർക്കും നിശ്ചയം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. മരണത്തെക്കുറിച്ച് വളരെ ഭാഗ്യകരവും സന്തോഷകരവും പ്രത്യാശ നിർഭരവുമായ ചിന്തയാണ് വേദപുസ്തകം നമുക്ക് നൽകിത്തരുന്നത്. ഇവിടെ പറയുന്നു, ഡെത്ത് ഈസ് എ ബ്ലെസ്സിംഗ്. മരണമെന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. എഴുതുക, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. മരണമെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ്. കർത്താവിനോടുകൂടെ ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോകുന്നത് ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നോക്കുകയും വേദനയില്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള പ്രവേശനമെന്ന ഭാഗ്യ അവസരമാണ്. രണ്ടാമതായി പറയുന്നു, ഡെത്ത് ഈസ് എ ഡീവിയേഷൻ. ജീവിതമാകുന്ന ഈ യാത്രയിൽ ഞാനും നിങ്ങളും സ്വർഗീയ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതായ ആ ജംഗ്ഷനാണ്, ഒരു ഡീവിയേഷനാണ് മരണം എന്ന് പറയുന്നത്. ഡെത്ത് ഈസ് എ ഡീവിയേഷൻ ടു ഹെവൻ, ഇറ്റർണിറ്റി. നിത്യതയിലേക്കുള്ള ഒരു പ്രവേശനം ഈ മരണം. അതുകൊണ്ട് നമുക്ക് മുന്നമേ ഈ ലോകത്തിലെ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാവിധമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച് പ്രിയ തമ്പി നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനി മുഖാമുഖമായി കാണുവാൻ കഴിയുന്ന ഒരു സുദിനം എത്രയും വേഗം ആസന്നമാണ്. ആ ദിനത്തിൽ നമുക്ക്
പ്രിയ തമ്പിയെ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ മകനോട് യാത്ര പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് കൽപ്പിച്ച കർത്താവേ, ഈ ലോകത്തിൽ അപ്രതീക്ഷിതമായ യാഥാർത്ഥ്യങ്ങളുടെ മുൻപാകെ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകുമെന്നുള്ളത് മുന്നമേ അറിഞ്ഞ് ഹൃദയം കലങ്ങിപ്പോകാറുവണ്ണം വിലയേറിയ ക്രിസ്തീയ വാക്തത്വങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനാൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ദൈവമായ കർത്താവേ, പ്രിയ തമ്പിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് കൊടുത്ത ആയുസ്സിൻ്റെ ചുരുങ്ങിയ ദിനങ്ങൾ എത്ര ശ്രേഷ്ഠകരമായി, അനുഗ്രഹകരമായി, സന്തോഷകരമായി ജീവിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവമേ, ജീവിച്ചിരുന്ന അങ്ങയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും മരണം കാണുന്നില്ലല്ലോ. അവർ താൽക്കാലികമായി ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോക മാത്രം ചെയ്യുന്നു. താൽക്കാലികമായ ഈ വാങ്ങിപ്പോക്ക് ലോകപ്രകാരം പലവിധത്തിലുള്ള ദുഃഖവും വേദനയും നിരാശകളുമൊക്കെയും ഞങ്ങളെ മതിക്കുന്നതായ നിമിഷങ്ങളാകുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെയും ഹൃദയങ്ങളിൽ നിന്ന് താങ്ങുവാൻ പാടില്ലാത്ത വേദനയെയും ദൂരീകരിച്ച് ലോകത്തിന് എടുക്കുവാനോ കൊടുക്കുവാനോ കഴിയാത്ത നിത്യസമാധാനത്താൽ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും അവിടുന്ന് സമാശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുറന്നു കിടക്കേണ്ട ശുശ്രൂഷകളിലൊക്കെ കൃപ കൂടെയിരിക്കണമേ. ദൈവമേ, നിന്റെ മകനെ പ്രത്യാശയോടുകൂടി അന്തിമ ഉപചാരങ്ങൾ അർപ്പിച്ച് യാത്രയേൽപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പ്രാപ്തരാക്കി തീർക്കണമെന്ന് യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോൾ മൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോൾ മൊഴിയും ഭക്തരിൻ ഭാഗ്യതാലമേ പരിമള സ്ഥലം നീയേ ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ രാവും മന്ദകാരം വെയിൽ ശീതവുമങ്ങില്ലേ ദീപതുല്യം ശുദ്ധരങ്ങോ ശോഭിച്ചിടുന്നേ ദീപതുല്യം ശുദ്ധരങ്ങോ ശോഭിച്ചിടുന്നേ രംഗങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ 12 വാതിലുകളും മിന്നും മുത്തല്ലോ 12 വാതിലുകളും മിന്നും മുത്തല്ലോ യെരൂശലേമിൻഭാവിയുടെ എന്നോ ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ
കൂട്ടമരങ്ങൾ ജീവനദിയും ശബ്ദം മേവിയതിലൂടെ പോവതോ മീരാറു വൃക്ഷം നിൽപ്പതും മോടി പോവതോ മീരാറു വൃക്ഷം നിൽപ്പതും മോടി സ്വരമണ്ഡലം പാടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതം മോടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതം മോടി. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പശ്ചാത്തലത്തിലാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പശ്ചാത്തലത്തിലാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട പശ്ചാത്തലത്തിലാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരവും ശുശ്രൂഷയെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുടന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവ്, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധ്യത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാരമുള്ള അവസാനത്തിൽ സമാധാനമുള്ള ഉറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. മന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാ നാഥാ
പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലും അധികാരിയായി പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. തന്നുടെ കണ്ണുകളിൻ മുൻപിൽ സകലവും എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവരും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവരും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മി മരണത്തെ കൊന്നവരും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര വേളയിൽ നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ചു, ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ വസ്തു കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമാവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും തിരുനാമത്തിൽ മാമോദിസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ല എന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മാധുരമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചു ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ.
തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ പ്രത്യാശ കൊണ്ട് ഞങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരെ പൂർണ്ണെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസം കൊണ്ട് ഒരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയലൗകികമായ സകല അനുഗ്രഹം കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധമായ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കുന്നപ്പോ നീതിയായി ഫലമേകോ. മരിച്ചവരിടയിൽ നീതാട്ടപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 19 വാക്യങ്ങൾ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ലി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. പാറിക്കുമോ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രന്റെ നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും
നിലവുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ഈ പ്രിയപ്പെട്ട മകനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള വീടുകളിലൊന്നാണ് പരേതനായ ശ്രീ തമ്പി എബ്രഹാമിൻ്റെ ഭവനം. കോഴഞ്ചേരി പള്ളിയെ സംബന്ധിച്ചിടത്തോളം അയൽപ്പക്കത്ത് പാർത്തിരുന്ന ഒരു കർത്തൃഭൃത്യൻ എന്നുള്ള നിലയിൽ ഈ ഇടവകയുടെ പൊതുസമൂഹത്തിനും ഇടവകയുടെ ശുശ്രൂഷകൾക്കും യൗവനക്കാരനായി മധ്യവയസ്കരായി മുതിർന്നവരായി നൽകിയിട്ടുള്ള ശുശ്രൂഷകളെ വളരെയധികം കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. വേർപാട് ദുഃഖിതരായിരിക്കുന്ന പ്രിയ മകൾക്കും മകനും കുടുംബത്തിനും മകൾക്കും കുടുംബത്തിനും കർത്താവ് സമാധാനം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ നാമധേയത്തിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ദൈവനാമത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ഇടവകയുടെ ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി അവർ ശ്രീ തോമസ് മാമൻ അവരുടെ ക്ഷണിക്കുകയും ചെയ്തു. പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കാം. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നപ്പെടുമാറാകണമേ. പ്രകാരം മനുഷ്യ നല്ലവരും
മരണമില്ലാത്തവരുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്നും നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർത്തുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്നും മരണം മൂലം വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര നേരം നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാവികളുടെ മണമറയും സന്തോഷങ്ങളുടെ പ്രതികരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യം ചെയ്യണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും മുതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുവന് അവനെ യോഗ്യമാവണ്ണം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. തുടർന്ന് ഏവൻകിലും വായിക്കുമ്പോൾ എഴുന്നേൽക്കണം എന്ന് ഓർപ്പിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. തന്റെ ശ്രേഷ്ഠയുടെ പ്രകാശത്തിന്റെ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടുകൾ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യൻ തന്റെ പ്രകാശത്തിന്റെ കല്ലുകളെ കൊണ്ട് പകർന്നുള്ളവരെ ദർശിക്കുകയും എന്റെ ഭംഗിയുള്ള ശോഭകൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശം തന്റെ ശക്തിയും ശബ്ദവും കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ നിർവേഷത്തിനാൽ പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായാധിപതിയുമായിരിക്കുന്ന മസ്യാദുരാൻ തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയം നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മസ്യാദുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹാവുടെയും തിരുവിഷ്ടപ്രകാരമില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽക്കരസാട് വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി. പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ പരിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവൻ ബിംബപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാളബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി നീ ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക്
ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഓശോ വരുമേ ഈശോടർന്നിരിപ്പിൻ വരുമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവരെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി എന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾ കൈവരും അവകാശിയാകുമെന്ന പ്രത്യാശയിൽ ഞങ്ങൾ ആശ്വസിക്കുവാറാകണമേ. എന്റെ പിതാവിനാൽ നിഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീരെന്നുള്ള സന്തോഷ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. യുഗത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിടുന്ന
ചൊല്ലിടുന്നു. ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. പരിശുദ്ധരോയ്ക്കും സ്തുതിയോ എന്നേക്കോ. ആമേൻ ആമേൻ. മരണത്തെ കൊല്ലുകയും ചെയ്യുന്ന ശക്തിയായി സ്തുതി. മണ്ഡലം കൈക്കുള്ള ദിവസമാകുന്നു. അച്ഛന്റെ സങ്കടത്തിന്റെ ദിവസമാകുന്നു. കൈക്കും സംഭവമുള്ളതാകുന്നു. സ്നേഹിക്കും സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകൻ പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവനെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാവരും മരിച്ചു വിടുന്നതും കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവരാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജാവകാശമായി സ്വീകാരുകയും ചെയ്യുന്നതാകുന്നു. എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. ആയുസ്സിന്മേൽ ആശ്രയിക്കരുതെന്നു മരണം ചൊല്ലുന്നു. ആയതിന്റെ അധികാരം വിട്ടു പോകാനുമില്ല. മർത്യചിത്തം അനുതാപേനെ വരുത്തിയിടണമേ. പൗലോസ്ലീഹ തെസ്സലോനിക്കർക്കാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും സ്ത്രീയന്മാരുടെ സ്നേഹിതരായ വചനങ്ങളെ തിരിച്ചറിയുന്നത് ഞങ്ങൾക്ക് വേണമേ. എന്നാൽ എന്റെ സഹോദരനെ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശു നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപടിയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആകെ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് യോഗ്യതയുള്ളവരാകട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്രീഹേളി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ നമ്മുടെ സ്തുതി നമ്മുടെ
നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷയിൽ ഇപ്രകാരം സംഭവിച്ചു. യേശുവിടെ എത്തിയപ്പോൾ അവരെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബെഥാന്യ യെരൂശലേമിൽ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെയും കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവിടെ അടുത്ത് വന്നിരുന്നു. യേശു വരുന്നെന്ന് കേട്ടിട്ട് മാർത്ത അവരെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോൾ നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, നിന്റെ സഹോദരൻ ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, കൊടുക്കുന്ന നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടും നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്തവനായ ഞങ്ങളുടെ മസിയാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്നെ വരുത്തുന്നതിൽ പിന്നെ പ്രകാശമുള്ളതിനെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കുരിയലായിസോൻ, കുരിയലായിസോൻ, സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്ന് ബദ്ധപ്പെട്ടോടിടുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു.
വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവരെ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം വല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. ക്ലേശമായ 8 കാലുകളും അവയിൽ വല കെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെ ഇരുന്ന് കരഞ്ഞും കൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 കർത്താവായ യേശു മിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. പിതാവായ സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക്
നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശംശിയായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങുന്ന സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ലോകേ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗദേഹേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ പറന്നി